ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ വിഭവമായ ഉന്നക്കായ ഉണ്ടാക്കാം. നല്ലൊരു ഇഫ്താർ വിഭവം അതുപോലെ ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 പഴം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴം നേന്ത്രപ്പഴം തന്നെ വേണം, അതായത് ഏത്തക്ക. പിന്നെ ഇതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരിയുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പഴം വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഈ പഴം കുക്കറിൽ വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ പഴം വെന്ത് കഴിഞ്ഞു. അപ്പോൾ പഴം അധികം വെന്തുടയാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേവിച്ച പഴത്തിനുണ്ടാവേണ്ടത്. അപ്പോൾ അധികം വെന്തുടയാതെ കുറച്ചൊക്കെ തിക്കും അതുപോലെ അധികം തിന്നാവാനും പാടില്ല. അപ്പോൾ പഴം വേവിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാകത്തിന് വേവുള്ള ഒരു പഴമാണിത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ സ്മാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു മാവ് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പഴം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ആ മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. അപ്പോൾ ഇതൊരു 1 മുറി തേങ്ങ ചിരവിയതാണ്. അപ്പോൾ അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തേങ്ങയും നെയ്യിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂട്ടി പൊടിച്ചെടുത്തതാണിത്, ഏലക്കപ്പൊടി. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തേങ്ങ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ആ പഞ്ചസാര നന്നായിട്ട് ആ ചൂടിലൊന്ന് ഉരുക്കി വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫില്ലിംഗ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്തിട്ടുള്ള ബനാനയാണ്. അപ്പോൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കണം. അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ആ പഴത്തിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ പഴം നന്നായിട്ട് ഇവിടെ സ്മാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ആ വേവിച്ച് വെച്ചിട്ടുള്ള പഴം ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ കയ്യിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻട്രൽ ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ എഡ്ജസ് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഫില്ലിംഗ് സെൻട്രലാക്കിയിട്ട് നമുക്ക് 2 അറ്റവും ഇതുപോലെ കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ആ ഉന്നക്കായൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്തു വരാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുത്തു. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഫില്ലിംഗ് സെൻറ്ററിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അതിനെ കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൽ പൊട്ടലൊന്നും പാടില്ല, വിള്ളലോ പൊട്ടലൊന്നും പാടില്ല. ഫില്ലിങ് കറക്റ്റ് ഉള്ളിൽ തന്നെ ആയിരിക്കണം, പുറത്തോട്ട് വരാൻ പാടില്ല. എന്നിട്ട് ഈ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരുപാട് ഉന്നക്കായ റെഡിയാക്കിയിട്ടുണ്ട്. ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ ആയിരിക്കണം. ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം അതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ രണ്ട് സൈഡും ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഏകദേശം ബ്രൗൺ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ മലബാർ സ്പെഷ്യൽ ഐറ്റം അല്ലെങ്കിൽ ഇഫ്താർ വിഭവമായിട്ടുള്ള ഉന്നക്കായ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ വീടുകളിൽ നേന്ത്രപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെ ഉന്നക്കായ ഉണ്ടാക്കുന്നതെന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ റെസിപ്പീസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്